മറുപടി കൊണ്ട് കരണക്കുറ്റി പുകയ്ക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? വരൂ, നേരിട്ട് കാട്ടിത്തരാം. റിപ്പോർട്ടർ ചാനലിലെ പരുത്തിക്കാട് ചർച്ചയാണ്. സ്ഥിരം നമ്പർ. ഇടതുപക്ഷ പ്രതിനിധിയെ വിളിക്കുക, അവരെ മറുപടി പറയാൻ അനുവദിക്കാതിരിക്കുക. പതിവ് തന്ത്രം ഇറക്കി. ഒടുവിൽ എന്തായി? തുടക്കത്തിൽ പറഞ്ഞതുപോലെ കരണക്കുറ്റി ഒന്ന് നല്ല പോലെ പുകഞ്ഞു, അതും മറുപടി കൊണ്ട്. മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ജയശ്രീ ബോർഡ് സെക്രട്ടറി, KS ബൈജു തിരുവാഭരണ കമ്മീഷണർ, രാജേന്ദ്ര പ്രസാദ് എക്സിക്യൂട്ടീവ് ഓഫീസർ, RG രാധാകൃഷ്ണൻ തിരുവാഭരണ കമ്മീഷണർ, രാജേന്ദ്രൻ നായർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, സുനിൽകുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ശ്രീകുമാർ. അപ്പോൾ ഓരോരുത്തരും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അങ്ങേക്ക് പറയാം. സ്മൃതി ഒരു കാര്യം ചെയ്യണം. ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ശ്രീമതി സ്മൃതി പരുത്തിക്കാടിന് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് കേട്ടോണ്ട് നിങ്ങൾ പോകണമെന്ന് ഞങ്ങളോട് പറയണം. പിന്നെ ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നത്? അല്ലാതെ ഡിബേറ്റിനാ വിളിക്കുന്നതെങ്കിൽ ഞങ്ങളോട് പറയുന്നത് കേൾക്കണം. ചോദ്യം ചോദിക്കാനല്ലേ? അങ്ങ് പറഞ്ഞതിനോടാണ് ഞാൻ വിശദീകരിക്കാൻ പറഞ്ഞത്. അങ്ങാണ് പറഞ്ഞത് ഈ 9 പേർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലാണ്. എന്തിനാ ഇരിക്കുന്നത് ചോദിച്ചാൽ സ്മൃതിക്ക് ചോദ്യം മാത്രമേ ഉള്ളൂ. സ്മൃതിക്ക് ഉത്തരം കേൾക്കണ്ട. സ്മൃതി ഒരു ചർച്ചയ്ക്ക് ഉത്തരം കേൾക്കാൻ താല്പര്യമുള്ള ആളല്ല. സ്മൃതി ഈ മാധ്യമരംഗത്ത് ഇരുന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നതൂടെ കേൾക്കാൻ ശ്രമിക്കുമ്പോഴേ ഇത് ഡിബേറ്റായി മാറുകയുള്ളൂ. അല്ലാതെ സ്മൃതിയുടെ രാഷ്ട്രീയം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച് വിടാൻ ശ്രമിക്കരുത്. അത്രയും അബദ്ധമൊന്നും കാണിക്കരുത്. ഞങ്ങൾക്കെല്ലാം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഞങ്ങൾക്ക് വലിയ തർക്കമുണ്ട്. പരസ്പരം തർക്കിക്കുകയും ചെയ്യും. വ്യക്തമായ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. സ്മൃതിയുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഈ സമയം ഉപയോഗിക്കരുത്. ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സ്മൃതി വലിയ ആവേശത്തോടു കൂടി ഇത് കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിച്ചത് പൊളിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നപ്പോൾ ഇനി കുറേ ദിവസം കൂടെ കഴിയുമ്പോൾ നാളെ ഗവൺമെൻറ്റിനകത്തൊരു ഉത്തരവാദി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിരുന്നാൽ സമ്മതിക്കാം. ഞാൻ പറഞ്ഞത് സ്മൃതിയുടെ ചോദ്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല. കേരളം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കടകംപള്ളിയുടെ പേര് കേസെടുക്കണം, ദേവസ്വം ബോർഡിൻ്റെ പേര് കേസെടുക്കണം. കേസെടുക്കാൻ നല്ല ഒന്നാന്തരം ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. ജസ്റ്റിസ് KT ശങ്കരൻ്റെ മേൽനോട്ടമുണ്ട്. അപ്പോൾ എന്തെങ്കിലും തുമ്പ് ഏതെങ്കിലും ഒരാളിൻ്റെ പേരിൽ വന്നാൽ അവരെടുത്തിരിക്കും. അവർ ഈ 9 പേരുടെ പേര് മാത്രമല്ല, ഏതെങ്കിലും വരട്ടെ. അപ്പോഴാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇന്ന ആളുകളുടെ പേരിൽ കേസെടുക്കണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരികയും ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ ആക്രമിക്കാൻ നോക്കുക. അവർക്ക് ഗവൺമെന്റിലാണ് എത്തേണ്ടത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ദേവസ്വം ബോർഡിൽപ്പെട്ട ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പങ്കുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ലെന്ന് ഇടതുപക്ഷം. കേട്ടല്ലോ, കിട്ടേണ്ടത് കിട്ടിയപ്പോ കിട്ടുവിന് ഉറക്കം വന്നു എന്ന് പറയുന്നത് പോലെ പരുത്തിക്കാടിന് കിട്ടേണ്ടത് കിട്ടിയപ്പോ വായും അടച്ചു വെച്ച് മിണ്ടാതിരിക്കാൻ പറ്റി. ഇതുപോലെ 4 മറുപടിയുടെ ആവശ്യമുള്ളൂ. സ്വന്തം രാഷ്ട്രീയം ബാക്കിയുള്ളവരുടെ ചുമലിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ആരാണോ കൊട്ടേഷൻ കൊടുത്ത അവരെ ഇംപ്രസ് ചെയ്യിക്കുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. സാരി ഉടുത്ത പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഓരോ ചർച്ചയിലും ഇടതുപക്ഷ പ്രവർത്തകരെ മാത്രം മറുപടി പറയാൻ അനുവദിക്കാതെ ചോദ്യം എന്നുള്ള നിലയ്ക്ക് അവർ മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ തുനിയുമ്പോൾ അനാവശ്യമായി അതിൻ്റെ ഇടയിൽ ഇടപെട്ട് പ്രകോപിപ്പിച്ച് പറയാനുള്ള കാര്യങ്ങൾ വഴിതിരിച്ചു വിടുക. ഇതൊരു കഞ്ഞിക്കുഴി തന്ത്രമാണ്. നമുക്ക് പറയേണ്ട നുണകൾ മുഴുവൻ പറയിപ്പിച്ച ശേഷം സത്യം പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അനാവശ്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുക, മറുപടി പറയാൻ അനുവദിക്കാതിരിക്കുക. ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ അത് കഞ്ഞിക്കുഴി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതാണ്. ഇങ്ങനെ ഒരു ചർച്ച എന്ന ലേബലിൽ ആദ്യം അവരുടെ സ്പോൺസേർഡ് ആൾക്കാരെ കുറിച്ച് നുണകൾ മുഴുവൻ പറയിച്ച് ആൾക്കാരെ കേൾപ്പിച്ചതിന് ശേഷം എന്താണ് ആരോപണം നേരിടുന്നവർ പറയേണ്ടത് അതിന് അനുവദിക്കാതിരിക്കുക. അതിന് ഇതുപോലത്തെ ഒരൊറ്റ മറുപടിയോടുകൂടി ദീപാവലിക്ക് ഒരു അമിട്ട് വെച്ച് കത്തിച്ചു കൊടുത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അനക്കോ ഇല്ല, ആവിയില്ല. സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവർ ഇത്തരം മാലിന്യ ചർച്ചകൾ ഒഴിവാക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലത്. അതിൽ പങ്കെടുത്ത് പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പങ്കെടുക്കുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം മാനസികമായിട്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നതിനപ്പുറം മറ്റൊരു ഗുണവും ഉണ്ടാകത്തില്ല. കാര്യം ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആളുടെ ഉദ്ദേശം ആ നിലയ്ക്കാണ്. അവർ ചില കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്, അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്, അവർക്ക് ചിലരെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ പരിശ്രമിച്ചിറങ്ങിയപ്പോഴാണ് ഇന്നിപ്പോ കിട്ടേണ്ട രീതിയിൽ കിട്ടിയപ്പോൾ എങ്ങനെയാണ് ആ നീലി അടങ്ങുന്നതെന്ന് നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇത് ചർച്ചയ്ക്ക് പോകുന്നവർ ഒരു മാതൃകയാക്കുക. ഇനി മിക്കവാറും പരുത്തിക്കാടിന്റെ ചർച്ചയിലേക്ക് ഇന്ന് CPM പ്രതിനിധിയായി പങ്കെടുത്ത ഗോപനെ വിളിക്കാൻ സാധ്യതയില്ല. കാര്യം വേണ്ടുവോളം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ വലിയ പ്രകോപനമില്ലാതെ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ അക്ഷരം പ്രതി കൃത്യമാണെന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് മറുപടി കൊണ്ട് എങ്ങനെയാണ് കരണം പുകയ്ക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു ആ മറുപടി.